ട്രംപും മോദിയും തമ്മിൽ ചില ഭിന്നതകളൊക്കെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വാസ്തവത്തിൽ രണ്ടുപേരും ഒരേ തരം രാഷ്ട്രീയം, റൈറ്റ് വിംഗ് പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. രണ്ടുപേരും കടുത്ത വിമർശനങ്ങളെ ഗൗനിക്കാതെ അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ആ ഒരു സൗഹൃദം അവർക്കിടയിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ രണ്ടാമത്തെ വരവിൽ ട്രംപ് എടുക്കുന്ന ചില നിലപാടുകൾ ട്രംപിന് വ്യക്തിപരമായോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ കൂടുതൽ ഗുണമുണ്ടാക്കും എന്നതുകൊണ്ട് അത് ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന് വാട്ടം തട്ടുന്ന തരത്തിലേക്ക് മാറാറുണ്ട്. അതിന്റെ ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലെ ട്രംപിന്റെ ഇടപെടൽ. അതിനിടയിലാണ് കാനഡയിൽ വെച്ച് G7 രാജ്യങ്ങളുടെ മീറ്റ് നടക്കുന്നത്. ലോകത്തെ ഏറ്റവും ശക്തരായ 7 രാജ്യ തലവന്മാരുടെ സമ്മിറ്റാണ് G7 എന്നോർക്കണം. അവിടെ വെച്ച് മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം മൂർച്ഛിച്ചതോടെ ട്രംപ് നേരത്തെ മടങ്ങി. അതുകൊണ്ട് ആ കൂടിക്കാഴ്ച മുടങ്ങിപ്പോയി. എന്നാൽ അവർ തമ്മിൽ കാനഡയിൽ വെച്ച് മിന്നായം പോലെ കണ്ടുമുട്ടിയെന്നും ചർച്ചയ്ക്ക് നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ട് മോദി വൈറ്റ് ഹൌസിൽ വന്നിട്ട് പോകൂ എന്ന് ആവശ്യപ്പെട്ടു എന്നുമാണ് ചില റിപ്പോർട്ടുകൾ. എന്നാൽ മോദിയും ട്രംപും കാനഡയിൽ വെച്ച് കണ്ടതിന്റെ ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കണ്ടതാണോ അതോ ഫോണിൽ സംസാരിച്ചതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. എന്നാൽ സ്നേഹപൂർവ്വം ആ ക്ഷണം മോദി നിരസിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് ക്രൊയേഷ്യയിലേക്ക് പോവേണ്ടതുകൊണ്ട് അതിനിടയിൽ അമേരിക്കയ്ക്ക് വരിക സാധ്യമല്ല എന്ന് പറഞ്ഞായിരുന്നു മോദി ആ ക്ഷണം നിരസിച്ചത്. കാനഡയിൽ നിന്ന് മടങ്ങിപ്പോയ ട്രംപ് വീണ്ടും ആവർത്തിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിച്ചത് താനാണെന്ന്. എന്ന് മാത്രമല്ല മോദിയെ ഒരു കെണിയിലേക്കായിരുന്നു വാസ്തവത്തിൽ ട്രംപ് ക്ഷണിച്ചത്. തലനാരിഴയ്ക്കാണ് ആ കെണിയിൽ നിന്നും മോദി രക്ഷപ്പെട്ടത്. ട്രംപിന്റെ ക്ഷണപ്രകാരം ക്രൊയേഷ്യ സന്ദർശനം വേണ്ടെന്ന് വെച്ച് മോദി വാഷിംഗ്ടണിലേക്ക് പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് തിരിഞ്ഞു നടക്കേണ്ടി വരുമായിരുന്നു. കാരണം മോദിയെ ക്ഷണിച്ചത് ഒരു കെണിയുടെ ഭാഗമായാണ്. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീസ് മുനീർ ഈ സമയത്ത് വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്നു. മോദിയെ വിരുന്നിന് ക്ഷണിച്ച അതേ സമയത്ത് തന്നെ അസീം മുനീറിനെയും വിരുന്നിന് ക്ഷണിച്ചിരുന്നു ട്രംപ്. വളരെ വിചിത്രമായ ഒരു ക്ഷണമായി അത് വിലയിരുത്തപ്പെടുന്നു. സാധാരണഗതിക്ക് അമേരിക്കൻ പ്രസിഡന്റ് വിരുന്നു കൊടുക്കുന്നത് ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരമാണെങ്കിലും വിരുന്നു കൊടുക്കുന്നത് ഒന്നെങ്കിൽ രാജ്യതലവന്മാരായിരിക്കണം അല്ലെങ്കിൽ ഭരണതലവന്മാരായിരിക്കണം. രാഷ്ട്രതലവന്മാർ എന്ന് പറയുന്ന ആലങ്കാരിക പദവിയാണ്. ബ്രിട്ടനിൽ അത് രാജാവാണെങ്കിൽ ഇന്ത്യയിൽ അത് പ്രസിഡന്റ് ആണ്. എന്നാൽ ഭരണതലവൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി. ഇവിടെ മോദിയും അമേരിക്കയിൽ ട്രംപും. ഇത്തരം ഭരണതലവന്മാരെയോ രാഷ്ട്രതലവന്മാരെയോ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് വിരുന്നിന് വേണ്ടി വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ക്ഷണിക്കാം. എന്നാൽ സൈനിക തലവന്മാരെയോ മറ്റുദ്യോഗസ്ഥരെയോ ഒരിക്കലും ക്ഷണിക്കാറില്ല. അവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് പാകിസ്ഥാൻ സൈനിക തലവൻ അസീസ് മുനീറിനെ വിളിച്ചു വരുത്തി ഉച്ചയൂൺ കൊടുത്തത്. ട്രംപിന്റെ ക്ഷണം അഥവാ മോദി സ്വീകരിച്ചിരുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ മാത്രമേ മോദി അറിയുമായിരുന്നുള്ളൂ പ്രസിഡന്റിനൊപ്പം താൻ വിരുന്നിനിരിക്കുമ്പോൾ പാകിസ്ഥാന്റെ സൈനിക തലവനുമുണ്ടെന്ന്. മോദിക്കും ഇന്ത്യക്കും ഇതിനേക്കാൾ വലിയ നാണക്കേട് സംഭവിക്കുമായിരുന്നില്ല. ആ നാണക്കേട് തലനാരിഴയ്ക്ക് ഒഴിഞ്ഞുപോയി. ആ കെണിയിൽ വീഴാതെ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.